നമസ്കാരം. ആഗോള കത്തോലിക്ക സഭയിലെ ഇതപര്യന്തമുള്ള 266 മാർപ്പാപ്പമാരിൽ ഒട്ടേറെ സവിശേഷതകളുള്ള ഒരു പാപ്പയായിരുന്നു പോപ്പ് ഫ്രാൻസിസ്. യുദ്ധത്തിനെതിരെ സമാധാനത്തിൻ്റെ ഭാഗത്ത് അടിയുറച്ചു നിന്ന ഒരു പോരാളിയായിരുന്നു അദ്ദേഹം. ട്രാൻസ്ജെൻഡർ സമൂഹത്തോടുള്ള ആദരപൂർണമായ നിലപാടുകൾ, അതിതീവ്രമായ വലതുപക്ഷത്തോടുള്ള ശക്തമായ വിയോജിപ്പ്, പാവങ്ങളോടുള്ള പ്രത്യേക കരുതൽ, ദൈവവിശ്വാസത്തോടുള്ള നൂതനമായ ആശയങ്ങൾ തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിച്ച പാപ്പയായിരുന്നു അദ്ദേഹം. എന്നാൽ അദ്ദേഹം പലപ്പോഴായി മുന്നോട്ട് വച്ചിട്ടുള്ള സാമ്പത്തിക ചിന്തകളും ആശയങ്ങളുമാണ് അദ്ദേഹത്തെ മറ്റു മാർപ്പാപ്പമാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമൂഹം, ഇൻക്ലൂസീവ് സൊസൈറ്റി എന്ന ചിന്ത പൊതുവിൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെയും ചിന്തകളുടെയും അന്തർധാരയായി വർത്തിക്കുന്നത് നമുക്ക് കാണാം. സാമ്പത്തികമായ സമത്വമാണ് സമാധാനത്തിൻ്റെ അടിസ്ഥാനം എന്ന ചിന്ത ലോകത്തിന് പകർന്നു നൽകിയ ക്രിസ്തുവിൻ്റെ പുതിയ നിയമവുമായി പാപ്പയുടെ ചിന്തകൾ ഒത്തുപോകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത. പങ്കുവയ്ക്കലിൻ്റെ നന്മ, അതിലൂടെ ഉളവാകുന്ന അപാര സ്നേഹത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന സ്വർഗരാജ്യം എന്ന ആശയം ക്രിസ്തു അവതരിപ്പിച്ചപ്പോൾ അത് സാമ്പത്തിക സമത്വം എന്ന ആശയത്തിൻ്റെ അടിത്തറപാകൽ കൂടിയാണ്. നിന്റെ അയൽപ്പക്കത്ത് പട്ടിണിയാണെങ്കിൽ നീ എത്ര ഉന്നതനായാലും സമാധാനപരമായി നിനക്ക് ഉറങ്ങാൻ കഴിയില്ല എന്ന ബൈബിൾ വചനം റെവല്യൂഷണറിയായ ഒരു ചിന്ത കൂടിയാണ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അവിടെയാണ് ഫ്രാൻസിസ് പാപ്പയുടെ വേറിട്ട സാമ്പത്തിക ചിന്തകൾ പ്രത്യേകം ശ്രദ്ധേയമാകുന്നത്. ലാഭത്തേക്കാൾ ഉപരി സ്നേഹം നയിക്കുന്ന ഒരു സമ്പദ്ഘടനയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ചിന്ത. അതിതീവ്ര വലതുപക്ഷ ആശയങ്ങളുടെ ഏറ്റവും ശക്തമായ ആശയം എന്ന് വിശേഷിപ്പിക്കാവുന്ന എങ്ങനെയും ലാഭം ഉണ്ടാക്കുക, ലാഭം മാത്രം എന്ന ചിന്തയോട് ഫ്രാൻസിസ് മാർപ്പാപ്പ നിരന്തരം കലഹിച്ചുകൊണ്ടിരുന്നു. ശക്തിയും മൂലധനവും നയിക്കുന്ന ഇന്നത്തെ ലോകത്തിൻ്റെ മുറിവുകൾ നാം മനസ്സിലാക്കണം എന്ന് അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു. ക്യാപിറ്റലിസത്തെ പൂർണ്ണമായും തള്ളിക്കളയാതിരുന്ന ഒരു മാർപ്പാപ്പയായിരുന്നു അദ്ദേഹം. എന്നാൽ കമ്മ്യൂണിസ്റ്റ് സാമ്പത്തിക ചിന്തകളെ വലിയൊരളവോളം ആദരിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം എന്നതാണ് പ്രത്യേകമായുള്ള സവിശേഷത. പലപ്പോഴും അത്തരത്തിലുള്ള ചിന്തകൾക്കായി വാദിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം. എല്ലാവർക്കും വേണ്ടി, പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമ്പദ്ഘടനയെക്കുറിച്ച് അദ്ദേഹം ഊന്നി പറഞ്ഞിരുന്നു. മുതലാളിത്തത്തിൻ്റെ സഹജമായ ചൂഷണത്തെ അതിനിശ്ചിതമായി വിമർശിച്ചിരുന്ന മാർപ്പാപ്പ കൂടിയായിരുന്നു അദ്ദേഹം. പാവപ്പെട്ടവർക്കും അരികുവൽക്കരിക്കപ്പെടുന്നവർക്കും വേണ്ടി കൃത്യമായ നിലപാടുകൾ അദ്ദേഹം എപ്പോഴും സ്വീകരിച്ചിരുന്നു. അതിനെ നല്ല ക്യാപിറ്റലിസം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, ദാരിദ്ര്യമെന്നാൽ കേവലം പണമില്ലാത്ത അവസ്ഥ മാത്രമല്ല, അത് അവസരങ്ങളും വിശ്വാസവും കരുതലും ഇല്ലാത്ത സാഹചര്യം കൂടിയാണ്. പണമുള്ളവൻ പാവപ്പെട്ടവരെ സഹായിക്കുക മാത്രമല്ല, അവരെ മാനിക്കുക കൂടി ചെയ്യണം. 2 പുതപ്പുള്ളവൻ ഒരെണ്ണം ഇല്ലാത്തവന് നൽകണം എന്ന ക്രിസ്തുവിൻ്റെ സമാധാനത്തിൽ അധിഷ്ഠിതമായ സമത്വ ചിന്തയെക്കുറിച്ച് ഇതിൽ പരം അർത്ഥപൂർണമായി ആർക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും? ആഗോള സാമ്പത്തിക രംഗത്ത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വിടവ് ശക്തമാകുന്നതിനെ ഏറെ ഉത്കണ്ഠയോടെയാണ് മാർപ്പാപ്പ വീക്ഷിച്ചിരുന്നത്. സമ്പത്ത് ഏതാനും ചില അതിസമ്പന്നന്മാരിൽ മാത്രമായി കുന്നുകൂടുന്നത് ലോക സമാധാനത്തിന് വലിയ ഭീഷണിയായി അദ്ദേഹം കണ്ടിരുന്നു. ഇത്തരത്തിലുള്ള പുതിയ ചില സാമ്പത്തിക ചിന്തകൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി യത്നിക്കുന്ന യുവ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെ ഒരു കൂട്ടായ്മയുണ്ട്. ദി ഇക്കോണമി ഓഫ് ഫ്രാൻസിസ്കോ എന്നാണ് അതിൻ്റെ പേര്. ഈ സംഘടനയുടെ പ്രതിനിധികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, സ്നേഹമാണ് ഒരു സാമ്പത്തിക വ്യവസ്ഥയെ മാറ്റിമറിക്കുന്നത്. ഒരിക്കലും പണത്തിൻ്റെയോ അധികാരത്തിൻ്റെയോ ശക്തിയാലല്ല. ക്യാപിറ്റലിസത്തെ ഞാൻ എതിർക്കുന്നില്ല, ഞാൻ മാർക്കറ്റ് ഇക്കോണമിക്ക് എതിരുമല്ല. പക്ഷേ പോപ്പ് ജോൺ പോൾ രണ്ടാമൻ പറഞ്ഞതുപോലെ ഒരു സോഷ്യൽ ഇക്കോണമിയാണ് ഇന്ന് കൂടുതൽ പ്രസക്തമാവുന്നത്. ഭരണകൂടം, മൂലധനം, തൊഴിൽ എന്നിവയായിരിക്കണം അതിൻ്റെ അടിസ്ഥാന തൂണുകൾ. സ്റ്റേറ്റിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം എപ്പോഴും ഊന്നി പറഞ്ഞിരുന്നു. തൻ്റെ അവസാന ഈസ്റ്റർ ദിന സന്ദേശത്തിലും അദ്ദേഹം ഗസയിലെയും
യമൻ, ലെബനോൻ, സിറിയ, ഉക്രൈൻ തുടങ്ങിയ ലോകത്തെമ്പാടും യുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥനാ നിർഭരമായ മനസ്സ് തുറന്നു കാണിക്കുകയാണ്. ലോകത്തെ ഭരണാധികാരികളോട് അദ്ദേഹം അവസാന സന്ദേശത്തിലും ഇങ്ങനെയാണ് വ്യക്തമാക്കിയത്: ഭയപ്പെടുത്തുകയും പാർശ്വവൽക്കരിക്കുകയും ചെയ്യുക എന്നതല്ല നിങ്ങളുടെ കടമ, മറിച്ച് ദാരിദ്ര്യത്തിനെതിരെ പൊരുതാൻ നിങ്ങൾക്ക് കഴിയണം. സാമ്പത്തിക വികസനം എല്ലാവർക്കും സാധ്യമാക്കണം. മരണത്തിൻ്റെ വിത്തുകൾ പാകുകയല്ല വേണ്ടത്, സമാധാനം എന്ന ആയുധമാണ് നിങ്ങൾ പ്രയോഗിക്കേണ്ടത് എന്നാണ് അവസാനത്തെ ഈസ്റ്റർ ദിന സന്ദേശത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഊന്നി പറഞ്ഞത്. ഇത്തരത്തിൽ ലോകത്ത് സമാധാനം സാധ്യമാകണമെങ്കിൽ സാമ്പത്തിക അസമത്വം കുറയേണ്ടതുണ്ട് എന്ന കൃത്യമായ സന്ദേശം, ക്രിസ്തുവിൻ്റെ മഹത്തായ വചനങ്ങളുടെ പുതിയ ഒരു വ്യാഖ്യാനം ചമച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ചിന്തകളുടെ പ്രസക്തി. ആഗോളതലത്തിൽ തന്നെ ഈ നിലപാടുകൾ കൊണ്ട് അദ്ദേഹത്തിന് കടുത്ത എതിർപ്പും നേരിടേണ്ടി വന്നിട്ടുണ്ട്. തീവ്ര വലതുപക്ഷ ആശയക്കാരുടെ ശത്രുപക്ഷത്തായിരുന്നു എന്നും അദ്ദേഹം. ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള ചില ലോക നേതാക്കൾ അദ്ദേഹത്തിൻ്റെ ഈ നിലപാടുകളെ പരിഹസിക്കുന്ന സന്ദർഭങ്ങളും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പാവപ്പെട്ടവർക്കും അരികുവൽക്കരിക്കപ്പെട്ടവർക്കും വേണ്ടി ഫ്രാൻസിസ് മാർപ്പാപ്പ അതിശക്തമായി തന്നെ നിലകൊണ്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതുകൊണ്ടാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും കമ്മ്യൂണിസ്റ്റുകളെ ഞാൻ വലിയ ആദരവോടെ കാണുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. ചരിത്രത്തിൽ തന്നെ അപൂർവം ചില മാർപ്പാപ്പമാർക്കാണ് കമ്മ്യൂണിസ്റ്റ് പോപ്പ് എന്ന പട്ടം ചാർത്തി കൊടുക്കപ്പെട്ടിരിക്കുന്നത്. അത്തരത്തിൽ ഒരാളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയും. എന്നും നിസ്വർഗത്തോട് അനുതാപം പ്രകടമാക്കിയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം ലോകസമാധാനത്തിനും സാമ്പത്തിക സമത്വത്തിനും അത്തരം ചിന്തകൾക്കും ഏറ്റ കനത്ത ഒരു നഷ്ടം കൂടിയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം.